അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സാമ്രാജ്യം, കുഞ്ഞി സ്റ്റിച്ചിങ് യൂണിറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു വീഡിയോയിൽ, നമ്മുടെ യൂട്യൂബിലും എല്ലാത്തിനും കൂടെ തന്നെയുള്ള ഓളിനോളാണ്. അപ്പോൾ ഇവിടെ പാക്കിംഗ് കൊടുക്കാനുള്ള ഇന്ന് പോകേണ്ടതാണോ? അതെ അതെ. പിന്നെ പുതിയതായിട്ട് വന്നേക്കുന്ന ഫാബ്രിക്സ് ഒക്കെയാണിത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നേക്കുന്ന സ്റ്റോക്സ് ആണ്. ഇതിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഈ മൽക്കോട്ടനിൽ ചെയ്യാൻ പോണത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. എംബ്രോയിഡറി ചെയ്യണോ ഷർട്ട് പാറ്റേൺ ചെയ്യണോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്, അങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മളുടെ സ്റ്റോക്കൊക്കെ, ഇവിടെയാണ് എൻ്റെ സാമ്രാജ്യം. ഞാൻ ഇവിടെ ഇരുന്നാണ് ഡിസൈനൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇരുന്ന് ഓരോ ഫാബ്രിക്കാരും കാണുമ്പോഴത്തേക്ക് അന്ന് ഈ പാറ്റേൺ ചെയ്യാം അങ്ങനെയൊക്കെ തോന്നുന്നു എനിക്ക്. എന്താണെന്നറിയില്ല, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഞാൻ വീട്ടിലൊന്നും പോലല്ലോ, ഇവിടെ വന്നപ്പോൾ എൻ്റെ മുഖമൊക്കെ ഒന്ന് ഇതായില്ലേ. ഇവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഡെയിലി ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കി നടന്നു കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. പിന്നെ അപ്പുറത്ത് നമ്മുടെ ഒരു സ്റ്റോക്ക് റൂം ഉണ്ട്. നമ്മുടെ ഒപ്പം ഇന്നുള്ളത് ആര്യയാണ്. ആര്യയെ നിങ്ങൾ പലർക്കും പരിചയം ഉണ്ടാവും. ആര്യ തുടങ്ങിയ ക്ലോത്തിങ് ബ്രാൻഡ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഹിറ്റാണ്. നമുക്ക് ആര്യയുടെ ബിസിനസ് യാത്രയെക്കുറിച്ച് ഒന്ന് കേട്ടിട്ട് വരാം. ആര്യ, എന്താണ് ഈ ARYA.in? ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ്. കോട്ടൺ കുർത്തീസാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത്. എല്ലാ പാറ്റേൺസും, അതായത് ഷോർട്ട് കുർത്താസ്, സ്ലിറ്റഡ് ടോപ്സ്, അങ്ങനെയുള്ള കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ് ഇത്രയും നാളും ചെയ്തു വന്നേക്കുന്നത്. എല്ലാം ചെയ്യണമെന്നുണ്ട്, അപ്പം ഓരോന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ആകെ കോട്ടൺ കുർത്തീസ് മാത്രമാണുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചത്? ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യേണ്ട സമയത്ത് എങ്ങനെയാണ് ക്ലോത്തുകൾ ഡിസൈൻ ചെയ്യാമെന്ന് തീരുമാനിച്ചത്? എങ്ങനെയാണ്? ബിൽഡിംഗ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സ് അവിടെ അല്ലായിരുന്നു. ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഞാൻ ആ ജോലിയിൽ. പിന്നെ പോകുന്ന സമയത്തും ഒരു സന്തോഷം കിട്ടുന്നില്ല. പെട്ടെന്ന് ടയേർഡ്, വലിയ ജോലിയൊന്നും ചെയ്തില്ലെങ്കിലും പെട്ടെന്ന് ടയേർഡ് ആവുക എന്നൊക്കെ ഒരു തോന്നല്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ഫീൽഡ് അല്ല. പിന്നെ ഫുള്ള് കിട്ടുന്നതെല്ലാം സൈറ്റ് വർക്കാണ്, ഓഫീസ് വർക്കാണ് ഞാൻ പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഓഫീസ് വർക്കാന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴും ആഴ്ചയിൽ 4 ദിവസവും സൈറ്റ് വർക്ക് ആയിരിക്കും. പക്ഷെ അതെനിക്ക് ഒട്ടും സെറ്റ് ആവണില്ലായിരുന്നു. എന്നിട്ട് പിന്നെ എനിക്കിഷ്ടമുള്ള ഒരു ഏരിയ, പണ്ട് മുതലേ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് ഈ ക്ലോത്ത്സിനോടുള്ള ഒരു എഫിനിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത്. എത്ര കണ്ടാലും എനിക്ക് മടുക്കില്ല. ഇപ്പം എനിക്ക് തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകണമെന്നില്ല, ആർക്കെങ്കിലും എടുത്തു കൊടുക്കാനാണെങ്കിലും ഞാൻ കൂടെ പോകും. എല്ലാവർക്കും മടുപ്പുള്ള കാര്യമല്ലേ, ആർക്കെങ്കിലും എടുത്തു കൊടുക്കാനും ചൂസ് ചെയ്ത് കൊടുക്കാനും ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എത്ര കണ്ടാലും മടുക്കുന്നില്ല എനിക്ക് ഫാബ്രിക്സും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഫീൽഡ് ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ആകെ എനിക്ക് കുറച്ച് ഭംഗിയുള്ള ഡ്രസ്സസ് കണ്ടാൽ ഇത് കൊള്ളാം, അല്ലെങ്കിൽ ഈ ഫാബ്രിക്കിൽ ഇതിങ്ങനെ ചെയ്തു വരുമ്പോൾ ഭംഗിയായിരിക്കും എന്നുള്ളൊരു മൈൻഡ് എനിക്കുണ്ട്. അപ്പോൾ അത് പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറയും ഡ്രസ്സിങ് സെൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ ഇത് കൊള്ളാം. അല്ലാതെ വേറെ ഒരു ടെക്നിക്കൽ സൈഡൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഈ ഇഷ്ടങ്ങൾ എബിച്ചതിനും അറിയാലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എങ്ങനെ തുടങ്ങാം, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് ഒരു 2 കൊല്ലത്തോളം പ്ലാനിങ് നടത്തിയോ. പിന്നെ മനസ്സിലായി ഇതെല്ലാം നമ്മുടെ കയ്യിൽ വന്നിട്ട് തുടങ്ങാനിരുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് എവിടെ നിന്ന് ഫാബ്രിക് എടുക്കണമെന്ന് അറിയില്ല, വെബ്സൈറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടും അങ്ങനെ വിചാരിക്കുന്ന രീതിയിൽ ഇപ്പം ഉള്ള സപ്പോർട്ടൊന്നും കിട്ടിയില്ലായിരുന്നു. പറയാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ അവരുടെ കോറായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്തായാലും ചോദിക്കില്ലല്ലോ, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് പോലും ആരും അങ്ങനെ ചെയ്തില്ല. അപ്പോൾ പിന്നെ സ്വന്തമായിട്ട് തന്നെ ഇറങ്ങി. പിന്നെ ബ്രോഡ്വേ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ഫുള്ള് കടകളൊക്കെ കയറി ഇറങ്ങി കുറച്ച് ഫാബ്രിക്സ് ഒക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഇഷ്ടമുള്ള കുറച്ച് പാറ്റേൺസ് ഒക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്തു. അങ്ങനെ ഒരു 8 പാറ്റേൺ ആയിട്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ കിട്ടിയൊരു കോൺഫിഡൻസ്. ഒരാളും നമ്മുടെ പാറ്റേണിനെ കുറിച്ച് ഒരു കുറ്റവും പറയില്ല. 8 പാറ്റേൺസ് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ഇതല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇത് ചിലപ്പോൾ വർക്കാവുമായിരിക്കും എന്നുള്ളൊരു തോന്നലിൽ അങ്ങനെ തുടങ്ങി. പിന്നെ ആദ്യമൊന്നും ഭയങ്കര വെച്ചാൽ ആദ്യത്തെ ഒരൊറ്റ വീഡിയോ മാത്രമേ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊന്നും അത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാൻ വേണ്ടി മാത്രം, കുറച്ച് ആളുകളിലേക്ക് എത്താൻ വേണ്ടി മാത്രം. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ തന്നെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ആദ്യം തന്നെയൊന്നും ഭയങ്കര സെയിലോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടാവുമല്ലോ, പിന്നെ അങ്ങനെ ഡെയിലി ഒരു 2 ഓർഡർ 3 ഓർഡർ. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിഫൈയിൽ ഇങ്ങനെ ഓരോ ഓർഡർ വരുമ്പോഴത്തേക്കും ട്രിങ് ട്രിങ് എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കും. അത് ആദ്യം കേൾക്കുമ്പോഴത്തേ ഓർഡർ വന്നു. അപ്പോൾ ആ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നും വന്നില്ലല്ലോ. ആ ശബ്ദം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഓരോ ഓർഡർ ആണെങ്കിലും 2 ഓർഡറൊക്കെ ആണെങ്കിലും ആ ആദ്യത്തെയൊക്കെ വരുന്ന സമയത്തുള്ള ഒരു സന്തോഷം, അത് പാക്ക് ചെയ്യുമ്പോൾ ഓരോ ഡ്രസ്സും പാക്ക് ചെയ്യുമ്പോൾ
അത്രയും സന്തോഷത്തോടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്രയും ഓർഡേഴ്സ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനി എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് നമുക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ഒന്നും ഇല്ലായിരുന്നു. നമ്മളത് കുറേ അന്വേഷിച്ച്, ചിലപ്പം നല്ല ക്വാളിറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ചാർജ് കൂടുതലായിരിക്കും. നല്ല ചാർജ് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ക്വാളിറ്റിയിലെ സാധനം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ യൂട്യൂബിലും കൂടി ഉള്ളതുകൊണ്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്താലും നമുക്ക് നെഗറ്റീവ് ഉണ്ടാവും. എന്നാലും കുറച്ചും കൂടി ആൾക്കാരിലോട്ട് ഇപ്പൊ നെഗറ്റീവ് വരുമ്പോൾ പെട്ടെന്ന് എന്നെ എത്തിക്കുമല്ലോ ഈ യൂട്യൂബിൽ അതിലിങ്ങനെ കമന്റ്. അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം ഒത്തുതുങ്ങി ഇപ്പം ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ ആദ്യം ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് സെറ്റ് ചെയ്തെടുത്തു. അവർ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ ഫസ്റ്റ് ടൈമിൽ. ഞങ്ങൾക്ക് ആദ്യം നമ്മുടേതല്ലാതെ വേറെ പുറത്ത്, അതെ, ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, ആദ്യം പുറത്തായിരുന്നു. അപ്പം അവർ കുറേ കാര്യങ്ങളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ അവർക്കും ഓൺ ബ്രാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവരുടെ കാര്യത്തിലായിരിക്കുമല്ലോ അവർക്ക് പ്രയോറിറ്റി. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ഡ്രസ്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആളുകളിലോട്ട് അങ്ങ് എത്തുന്നില്ലായിരുന്നു. അതിന് പിന്നെ 2 ആഴ്ച കഴിയുമ്പോൾ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണമല്ലോ. പിന്നെ വേറെ കണ്ടന്റ്, ഡ്രസ്സ് ഇല്ലാതെ നമ്മൾ ചുമ്മാ കണ്ടന്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ എഫേർട്ട് എടുത്ത ഒരു യൂണിറ്റ് സെറ്റപ്പ് ചെയ്തു. അതായത് അധികം നമുക്ക് ഓർഡർ കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ യൂണിറ്റ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് അതെ, അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊക്കെ സാലറി കൊടുക്കണം. ഇപ്പൊ സെയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സാലറി എന്നുള്ള സാധനം കൊടുക്കണമല്ലോ. അപ്പൊ ഞാൻ എബിച്ചനോട് പറഞ്ഞു, ഇങ്ങനെ എത്രയോ ഓർഡേഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാണ്. അപ്പൊ ഞാൻ എനിക്ക് എന്ത് ചെയ്താലും ഇത് നിർത്തണ്ട. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചു തുടങ്ങിയ വേറെ എന്തെങ്കിലും, ഇപ്പൊ വേറെ ആരുടെങ്കിലും ഓർഡേഴ്സ് വേണമെങ്കിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം, എങ്ങനെയെങ്കിലും അത്രയും നാൾ അങ്ങനെയെങ്കിലും നമുക്ക് മീറ്റ് ചെയ്ത് പോകാം എന്നുള്ള ഒരു രീതിയിലും എനിക്കിത് നിർത്താൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം ചില ദിവസമൊക്കെ 2 ഓർഡറൊക്കെ വരുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സാലറി നമുക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അത് പിന്നെ 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 ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലായി വരുന്നുണ്ട്. ഒരു ഹോൾ വീഡിയോ ഇട്ടതേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം നമ്മൾ ഓൺ യൂണിറ്റ് തുടങ്ങിയപ്പോൾ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒറ്റ ഹോളിൽ ഒരു 3-4-5 ഡ്രസ്സ് കാണിക്കണം എന്നുള്ളത്. കാരണം അതുവരെ നമ്മൾ ഓരോ ഡ്രസ്സ് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇടുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരൊറ്റ ഹോളിൽ ഞങ്ങൾ സാധാരണ കാഷ്വൽ ആയിട്ടുള്ള ഫിറ്റ്സ് ഒരു 7 എണ്ണം ഇറക്കി. അത് ചുമ്മാ വെറുതെ ഒരു എബിച്ചൻ്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ വീഡിയോ എടുത്ത് ഇട്ടതാണ്. എന്താ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. ഫോണൊക്കെ അങ്ങ് ഹാങ് ആയി പോകണം, അത്രയും മെസ്സേജ് ആയിരുന്നു. ഞാൻ അത് വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, അത് റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത അത്രയും കമൻസും കാര്യങ്ങളും വന്നിട്ട് 17K നിൽക്കുമായിരുന്നു. അതായത് 17K നിന്നിട്ട് ഒറ്റ ദിവസം കൊണ്ടാണ് 40K 35 to 40K ഫോളോവേഴ്സ് കൂടിയത്. ഓരോ പ്രാവശ്യവും റീഫ്രഷ് ചെയ്യുമ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണേ. എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് എന്താ സംഭവിക്കണേ. എന്താ ഞാൻ പറയാം, മാക്സിമം ഒരു 2 ദിവസം 2.5 ദിവസം കൊണ്ട് ആ ഇട്ട എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ഔട്ട് ആയി പോയി. തുടങ്ങിയിട്ട് 4 months ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു 145K ഫോളോവേഴ്സ് ആയി. അപ്പൊ പക്ഷെ കുറെ പേരൊക്കെ പറയും അത് യൂട്യൂബിൽ ഓൾറെഡി റീച്ച് ഉള്ളതുകൊണ്ട് അതങ്ങനെ ഒരാളുടെയും എഫേർട്ടിന് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കാണുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ഒത്തിരി ആളുകൾ തുടങ്ങിയിട്ട് 5 വർഷമായി 6 വർഷം അങ്ങനെയല്ല. നമ്മൾ എത്ര റീച്ച് ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ നമ്മളുടെ മുഖം അറിയാവുന്നതുകൊണ്ട് ആൾക്കാർ ചിലപ്പോൾ റീല് കാണുമായിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെലിബ്രിറ്റി ഇന്ന ഡ്രസ്സ് ഇട്ടു, അവരുടെ ബ്രാൻഡ് ഇതാന്ന് പറഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കില്ലല്ലോ. ഒരിക്കലും ഇല്ല. ആളുകളിലോട്ട് എത്തിക്കാൻ എനിക്ക് അതൊരു ഹെൽപ്പായി, അറിയിക്കാൻ പറ്റി. പക്ഷെ നമുക്ക് അതുകൊണ്ട് കസ്റ്റമേഴ്സിനെ കിട്ടണം. അതെ അതെ, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും സെയിൽസ് ഇല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മള് എനിക്കിങ്ങനെ തുടങ്ങിയ സമയത്ത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചിട്ട് പോലും റിജക്ഷൻ ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. 1 വയസ്സ് തികയാത്തൊരു കുഞ്ഞിനെ വെച്ചിട്ടാണ് ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ഒരു അമ്മ എന്ന നിലയിലും പിന്നെ ഒരു ബ്രാൻഡ് ഓണർ എന്ന നിലയിൽ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അതെങ്ങനെ നമ്മൾ സർവൈവ് ചെയ്തു ആ സമയം? ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും പാരൻസിന്റെ ഹെൽപ്പ് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷെ എന്നാലും നമുക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു ടൈമും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മൂത്ത ആൾക്ക് എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ തന്നെയല്ലേ എല്ലാം ചെയ്യുന്നത്. എനിക്കെന്ന് പറഞ്ഞാൽ ഈ താഴെ ഒരു ഇത്തിരി സമയമാണെങ്കിലും പോയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അവിടെ പോയിരിക്കുന്ന സമയത്ത്. അപ്പോൾ വാവുള്ള സമയത്ത് എനിക്ക് അവിടെ ചുമ്മാ ചിലപ്പോൾ ഓർഡർ ഒന്നും ഇല്ലെങ്കിലും ചുമ്മാ അവിടെ പോയിരുന്ന് ആ ഫാബ്രിക്സ് ഒക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചുമ്മാ എല്ലാ ദിവസവും പോയി ചുമ്മാ ആ സ്റ്റോക്ക് റൂമിൽ പോയി വെറുതെ ഇങ്ങനെ ഫാബ്രിക്സ് നോക്കും വരും. അപ്പം തന്നെ എനിക്കൊരു സന്തോഷം. അപ്പോൾ ചിലപ്പോൾ വാവുള്ള സമയത്ത് എനിക്ക് താഴത്തേക്കൊന്നും പോകാൻ പറ്റാത്ത സമയത്തൊക്കെ എനിക്ക് ചുമ്മാ ഒരു സങ്കടവും ദേഷ്യമൊക്കെ വരും. പക്ഷെ നമ്മൾ അവർക്കും വേണ്ടത്
നമ്മൾ കൊടുക്കും. ആ ഒരു സ്ട്രഗിൾ ഉണ്ട്. ഡേ കെയറിൽ ആക്കിയാലോ അതൊക്കെ ആലോചിച്ചു. പക്ഷെ അതിനും എനിക്ക് മനസ്സില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് ഡേ കെയറിൽ ആക്കാന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് അതിന് മനസ്സിലില്ല. അന്ന് ഇതും വിട്ടുകളയാൻ തോന്നില്ല. അതൊരു സ്ട്രഗിൾ ആ ആണ്. അതെ അതെ. അതിപ്പോ എങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോ വീട്ടിലാക്കലാണ്. എബിച്ചന്റെ വീട്ടിലും എന്റെ വീട്ടിലും മാറ്റി മാറ്റി നിർത്തി അവരുടെ സപ്പോർട്ട് എന്താ പറയാ, അവരുള്ളത് കൊണ്ടാണ് എല്ലാം നടന്നു പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും സുരക്ഷിതമായിട്ടുള്ള വേറെ എവിടെ നമുക്ക്, എനിക്കങ്ങനെ ഡേ കെയറിലൊന്നും ആക്കിയാലൊന്നും എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. 2-3 മാസത്തോളം ഡെയിലി മാക്സിമം വന്നേക്കണ ഒരു 12 ഓർഡർ, 15 ഓർഡറൊക്കെ ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക. ഒരു ദിവസം 15 ഓർഡറൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്റ്റോറി എടുത്തിടാനും ഒക്കെ ഭയങ്കര സന്തോഷം. ഇത്രയും കഴിഞ്ഞ് ആ ഹോൾ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് യൂണിറ്റ് തുടങ്ങി ആ ഹോൾ വീഡിയോ ഇട്ടതിന് ശേഷമാണ് 100 ഓർഡേഴ്സ് വന്നത്. ഞാൻ ഈ ചെയ്ത വീഡിയോസ് കണ്ടിട്ട് ചിലപ്പോൾ എൻ്റെ DM തന്നെ നോക്കി ഒത്തിരി പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരാൾ ഇത് എൻ്റെ വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയി അവർ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്തെന്നും പറഞ്ഞ് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടൊക്കെ നമുക്ക് മെസ്സേജ് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. ഒത്തിരി പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വീഡിയോസിൽ പറയാത്തതല്ലാതെ പേഴ്സണലി ഒരുപാട് പേര് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചേച്ചി പറഞ്ഞു തരുമെന്ന് വിചാരിക്കുന്നു എന്ന് എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന അത്രയും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിലാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരിക്കുന്നത്. ക്വാളിറ്റി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആളുകളിലോട്ട് എത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആളുകൾക്ക് അത് മേടിച്ചിട്ട് അതിനുള്ളത് ഉണ്ടായില്ല അല്ലെങ്കിൽ അതിനുള്ളത് അങ്ങനെ പറയുന്നത് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം. അപ്പം നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും വലിയ പ്രോഫിറ്റ് അധികം നോക്കാതെ ആണെങ്കിലും ആളുകളിലോട്ട് ഒരു നല്ല ക്വാളിറ്റി സാധനം കൊടുക്കുക. കാരണം നമ്മളെ ഓർത്തിട്ട് നമ്മളുടെ ഒരു ഫേസ് അവർ ഓർക്കുമല്ലോ ആ സമയത്ത്. ഒന്നാമത് ഈ യൂട്യൂബിലും കൂടി ഉള്ളത് എൻ്റെ മനസ്സിൽ അതായിരുന്നു കേട്ടോ ആദ്യം ഉള്ളത്. ക്വാളിറ്റി ആയിട്ടുള്ള സാധനം കൊടുക്കുക. ആദ്യമൊന്നും വലിയ ഒരു പ്രോഫിറ്റും ഇല്ലാതെ 50 രൂപ പ്രോഫിറ്റ് 20 രൂപ പ്രോഫിറ്റിനൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഇറങ്ങിയതും ഒക്കെ. അപ്പൊ അപ്പോഴേ എബിച്ചിന് എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മളത് നോക്കണ്ട, ആദ്യം ആളുകൾ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു ആശ്വാസം ഉണ്ടല്ലോ. ആൾക്കാരുടെ ഒരു റെസ്പോൺസ് ഒക്കെ എനിക്കത് ഭയങ്കര ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുന്നവരോടാണെങ്കിൽ ഈ മെറ്റീരിയലൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാം, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? അതെന്തൊക്കെയായിരിക്കും? ഞങ്ങൾക്ക് തന്നെ ഒരുപാട് ക്യാഷ് അങ്ങനെ പോയിട്ടുണ്ട്. നമ്മൾ ഈ പ്രിന്റ്സ് കണ്ടിട്ട് എടുത്തു കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും അത്രയും അതിന്റെ ഇതുണ്ടാവില്ല, ക്വാളിറ്റി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും കളറ് പോകും. പിന്നെ ഹാൻഡ് ഗ്ലോക്ക് ആണെങ്കിൽ കളർ പോകും. അത് ആളുകൾക്ക് കുറച്ച് നമ്മൾ ഇൻഡിഗോസ് ഒക്കെ ആണെങ്കിൽ എന്തൊക്കെ വന്നാലും അതിന്റെ കളർ പോകും. അവർ നാച്ചുറലി ഡൈ ചെയ്തെടുക്കുന്നതല്ലേ. അപ്പൊ ചിലപ്പോൾ അതിനെക്കുറിച്ച് ആളുകൾക്ക് അറിയണ്ടാവില്ല. നമ്മളുടെ ഒരു ഷർട്ട് പാറ്റേൺ ഉണ്ടായിരുന്നു സൈക്കിൾ പ്രിന്റിന്റെ, അത് ഭയങ്കര ഹിറ്റായിരുന്നു. അത് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ഇൻഡിഗോ ആയതുകൊണ്ട് കളർ ഇളകും. അത് ആളുകൾക്ക് ചിലവർക്ക് മനസ്സിലാവും, ചിലവർക്ക് അത് മനസ്സിലാവില്ല. ചിലർ വിചാരിക്കും അത് കൊള്ളില്ലാത്ത ക്ലോത്ത് ആയതുകൊണ്ടായിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇൻഡിഗോന്റെ കളർ ഇളകും. സാധാരണ സംരംഭകരിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ട് എല്ലാ ടിപ്സും എല്ലാ സീക്രട്സും ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന സംശയം എന്താ? അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എത്ര ഇൻവെസ്റ്റ്മെന്റ് വേണം, യൂണിറ്റ് എങ്ങനെ ഇട്ടു, എവിടെ, എല്ലാവർക്കും അറിയേണ്ടത് എവിടെ നിന്നാണ് ഫാബ്രിക്സ് എടുക്കുന്നത്, എത്ര നല്ല പ്രിന്റ്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇതൊക്കെയാണ് അറിയേണ്ടത്. സംരംഭം തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയാണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ കൊണ്ട് ഒരു ടെൻഷൻ കൊണ്ട് ശരിയാവോ പൈസ പോവോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോട് എന്താ പറയാനുള്ള ആയിരിക്കും സ്വന്തം അനുഭവത്തിൽ നിന്ന്? എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഡിസൈൻ ചെയ്ത സാധനങ്ങളൊക്കെ ആരെങ്കിലും വാങ്ങിക്കോ, നമ്മളുടെ നിന്നൊക്കെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുക, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു ബിസിനസ്സോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ വർക്ക് ചെയ്യുക വരെ അങ്ങനത്തെ ഒരു ഇതല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ, നമ്മളുടെ നിന്നൊക്കെ ആര് വാങ്ങിക്കാനാണ് ഇതൊക്കെ, അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പോൾ പക്ഷേ നമുക്ക് ഇത്രയും അതേപോലെ തന്നെയല്ലേ എല്ലാവരും. അപ്പോൾ എല്ലാവരും തുടങ്ങാനേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് അത്രയും ഒന്നും ഇല്ലായിട്ടും ആൾക്കാർക്ക് ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും നല്ല സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ വാങ്ങിക്കുള്ളൂ. ഇത്ര ആൾക്കാരില്ലേ ലോകത്ത്. ചുമ്മാ പ്ലാൻ ചെയ്ത് നിൽക്കാതെ ഉള്ളത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഓരോ ഡോസ് ഇങ്ങനെ തുറന്നു വരും എന്ന് പറയില്ലേ, അതാണ് ചെയ്യാനുള്ളത്. അല്ലാതെ അയ്യോ എനിക്ക് അതിനുള്ള കാശില്ല, എനിക്ക് ഇതിനുള്ള, എല്ലാവർക്കും എല്ലാം ഉണ്ടായിട്ടല്ലല്ലോ. അപ്പോൾ ജസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനുവേണ്ടി നമ്മൾ തന്നെ പരിശ്രമിച്ചിറങ്ങും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ വന്ന് കിട്ടും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ആര്യ ഒരു ദിവസം ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം, മക്കളെ നോക്കണം, യൂണിറ്റ് നോക്കണം, ബിസിനസ് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ നോക്കണം. ഇതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അതങ്ങനെ ആ ഒരു ഫ്ലോയ്ക്ക് പോവുകയാണ്. പിന്നെ എല്ലാത്തിനും കൂടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ. അപ്പോൾ രാവിലെ 7 മണിയൊക്കെ ആകുമ്പോൾ തന്നെ മൂത്ത ആൾ പോകും. 7 മണിയാകുമ്പോൾ തന്നെ ബസ് വരും. പിന്നെ കുഞ്ഞാളുടെ കാര്യം നോക്കണം. അത് ഒരു ടാസ്ക് തന്നെയാണ്. ആളുടെ ഭയങ്കര
കുസൃതിയാണ് ആള്. അപ്പോൾ അത് ഭയങ്കര ടാസ്ക്കാണ്. അതിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഫാബ്രിക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഇന്ന സമയത്ത് നമ്മളിത് പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഇരുന്നാണ് ഞാൻ ഓരോന്നും പാറ്റേൺ സെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൊച്ചിനെ നോക്കുന്ന സമയത്ത് സൈഡിൽ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണായിരിക്കും പാറ്റേൺസും കാര്യങ്ങളും, അതെങ്ങനെ മാറ്റി അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. സപ്പോർട്ട് ചെയ്യുന്നത് ഭർത്താവാണ്. അത് ഫുൾ സപ്പോർട്ട് എബിച്ചൻ്റെ തന്നെയാണ്. കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ് ഞാൻ പറയുമ്പോഴത്തേക്കും അതിനെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അല്ലാതെ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ്. ഒരാളില്ലെങ്കിൽ ഒരാളില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന ആൾക്കാർ ചിലപ്പം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, ഒരു സപ്പോർട്ട് ഇല്ലാണ്ട്. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കൂടെയുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ളവരോട് എന്താ പറയുക? സ്ട്രഗിൾ ചെയ്യുന്നവരോടും സപ്പോർട്ട് ചെയ്യാൻ മടി കാണിക്കുന്നവരോടും എന്താ പറയാനുള്ളത്? ഹെൽപ്പ് ചോദിക്കുക എല്ലാവരോടും. അല്ലാതെ എല്ലാം നമ്മളിലോട്ട് വരുന്നല്ല. നമ്മൾ അതിൽ വേണ്ടി ഇറങ്ങി തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി പേര് നമ്മളെ സഹായിക്കാനുണ്ടാവുന്നു. എല്ലാവരും ഇങ്ങനെ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു ഡോറ് അടഞ്ഞാൽ വേറൊരു ഡോറ് തുറക്കുമെന്ന് അറിയില്ലേ. ഇപ്പോൾ ആരെങ്കിലും എല്ലാവരും എല്ലാ കാര്യവും ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെയും എന്തെങ്കിലും രീതിയിലുള്ള ഹെൽപ്പൊക്കെ വരില്ലേ. അപ്പം അങ്ങനെ എല്ലാവരും ഒരു ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് നിൽക്കാമെന്നും പറഞ്ഞാൽ എപ്പോഴും എനിക്കും അത് വരുന്നില്ലല്ലോ, എനിക്ക് ഇതിന് ക്യാഷ് ഇല്ലല്ലോ, എനിക്കിത് തുറക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഇപ്പോൾ എനിക്കും കുറേ സ്ട്രഗിൾസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ചെറിയ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതാക്കാം. പിന്നെ എന്നോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നോട് ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ആര്യയുടെ ബിസിനസ് വിശേഷങ്ങൾ എല്ലാവരും കേട്ടല്ലോ. ഇഷ്ടപ്പെട്ട കാര്യം ഇഷ്ടത്തോടെ ചെയ്യാൻ സമയം കണ്ടെത്തിയതും കഠിനാധ്വാനവും വസ്ത്രങ്ങളോടുള്ള താല്പര്യവും ഈ ബിസിനസ്സിൻ്റെ വിജയത്തിൻ്റെ പിന്നിലെ കാരണങ്ങളാണ്. ഇതെല്ലാവർക്കും മാതൃകയാക്കാവുന്നതുമാണ്.